നമ്മൾ ഇപ്പോൾ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഷോൾഡർ പെയിൻ. ഏത് പ്രായത്തിലുള്ള ആൾക്കാരും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഷോൾഡർ പെയിൻ. നമ്മൾ ഷോൾഡറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്, അതിന് മൊബിലിറ്റി കൂടുതലാണ്. എല്ലാ ആംഗിളിലും തോള് അനക്കാൻ പറ്റും. എന്നാൽ സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ അതിന് ഇഞ്ചുറി വരാനുള്ള സാധ്യതകളുണ്ട്. ഷോൾഡർ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റാണ്. അത് സ്ലിപ്പാവുകയും ഡിസ്ലൊക്കേഷൻ വരുന്നതും സാധാരണയായി കണ്ടുവരാറുണ്ട്. ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ഒരു തട്ട് കെട്ടിയോ ഒക്കെ കണ്ടാൽ നമുക്ക് ഈ ഡിസ്ലൊക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതിന് ഓർത്തോപെഡിക് ട്രീറ്റ്മെൻറ്റും അതോടൊപ്പം അനുബന്ധമായി ഫിസിയോതെറാപ്പിയും ആവശ്യമാണ്. ഷോൾഡറിനെ പറ്റി പറയുമ്പോൾ നമുക്കുള്ള സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതിന് ആവശ്യമായ ഒരുപാട് മസിലുകളും ഒരുപാട് ടെൻഡൻസും ഒരുപാട് ലിഗമെൻസും പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിനെല്ലാം തന്നെ നമുക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, നമുക്ക് ഒരു വേദന വരുമ്പോൾ നമ്മൾ ആ സന്ധി വേദന കൊണ്ട് നമ്മൾ ചലിപ്പിക്കുകയില്ല. തോളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടി മറ്റൊരു തോളുള്ളത് കൊണ്ട് കഴിവതും ഈ വേദനയുള്ള തോള് ചലിപ്പിക്കാതിരിക്കുകയും മറ്റേ തോൾ കൊണ്ട് തന്നെ ഉള്ള മൂവ്മെൻറ്റ്സ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമുക്ക് അത് കൈ ഉയർത്തുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അറിയാറുള്ളൂ. ഇതിനോടൊപ്പം തന്നെ അനുബന്ധമായി ഡയബറ്റീസും അല്ലെങ്കിൽ തൈറോയിഡും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരം ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം ഇഞ്ചുറി വന്നാൽ അത് ഹീലാവാനുള്ള സമയം എടുക്കുകയും ചെയ്യും. നമുക്ക് പേശികളെ പറ്റി പറയുകയാണെങ്കിൽ പേശികൾ ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു ഇതാണ്, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി മസിൽസിൻ്റെ ഉള്ള. ഈ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള മസിൽ കുറേ ദിവസം അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ ചലിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ അത് ആ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും അഡാപ്റ്റീവ് ഷോർട്ടനിങ് വരികയും ചെയ്തിട്ട് നമ്മൾ ചലിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ പോലും ചലിക്കാനാവാത്ത അവസ്ഥയിലേക്ക് വരും. ഇത്തരം അവസ്ഥയ്ക്ക് നമ്മൾ പെരിയാർത്രൈറ്റിസ് എന്നോ ഫ്രോസൺ ഷോൾഡർ എന്നോ ഒക്കെ വരാറുണ്ട്. ഇത് സർവ്വസാധാരണമായി കണ്ടുവരുന്നതാണ്. ഇത് വളരെയേറെ വേദന ഉണ്ടാക്കുന്നതും ചലിപ്പിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഫിസിയോതെറാപ്പി ചെയ്താൽ വളരെയേറെ എഫക്റ്റീവായിട്ട് മാറ്റാൻ കഴിയുന്നതാണ്. പക്ഷേ നമ്മളിത് തിരിച്ചറിയുന്ന ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചലനം ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ കോംപ്രമൈസ്ഡ് ആയതിനു ശേഷം മാത്രമേ നമ്മളിത് തിരിച്ചറിയാറുള്ളൂ. പിന്നീട് കുറച്ച് രാത്രികാലങ്ങളിൽ വേദനയും കൈ പുറകോട്ടെടുക്കാനാവാത്ത അവസ്ഥയും ഒക്കെ വരാറുണ്ട്. ഇത് തുടർച്ചയായ ഫിസിയോതെറാപ്പി ചെയ്താലാണ് ഇത് മാറുന്നത്. ബാക്ക് പെയിൻ നമ്മൾ ഒരു അനാലിസിസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ ഏകദേശം ഒരു 50% കൂടുതൽ ആൾക്കാർക്കും ബാക്ക് പെയിൻ കണ്ടുവരുന്നുണ്ട്. ബാക്ക് പെയിൻ പല കാരണങ്ങളുണ്ട്. സ്ട്രക്ചറൽ കാരണങ്ങളുണ്ടാകും, ഫങ്ഷണൽ കാരണങ്ങളുണ്ടാകും, നമ്മുടെ സെഡൻറ്ററി ലൈഫിൻ്റെ ഇത് കൊണ്ടുണ്ടാകും. ഇത് എന്ത് കാരണം അനുസരിച്ചാണ് നമ്മുടെ ചികിത്സാ രീതി വ്യത്യാസം വരുന്നത്. അത് ഒരു ദിവസം മുതൽ ഒരു ദിവസത്തെ ഇതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറാവുന്നതുണ്ട്, ആഴ്ചകളോളം വേണ്ടതുണ്ട്, മാസങ്ങൾക്ക് ശേഷം റിവ്യൂ ആവശ്യമുള്ളതുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു നട്ടലിൻ്റെ ഒരു ഘടന നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് സാധാരണയായി കണ്ടുവരുന്നത് നടുവിൽ വേദന വരികയും കുനിയാനാവാത്ത അവസ്ഥ വരികയും കാലിലേക്ക് റേഡിയേറ്റിംഗ് പെയിൻ വരികയും ചെയ്യുന്ന ഒക്കെ അവസ്ഥയാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. ഇത് നിസ്സാരമായിട്ടുള്ളൊരു സ്പ്രെയിൻ കൊണ്ടുവരാം. നമ്മുടെ ചട്ടത്തിലെ 2 ബോണുണ്ട്, പെൽവിക് ബോണുണ്ടല്ലോ, അവിടെ സേക്രോ ഇലിയാക് ജോയിൻ്റ് എന്ന് പറയും. ആ സേക്രോ ഇലിയാക് ജോയിൻ്റ് ഡിസ്ഫങ്ഷൻ കൊണ്ടുവരാം. വെറും മസിൽ സ്പാസം കൊണ്ടുവരാം. നമ്മുടെ പേശികൾ എന്ന് വെച്ചാൽ കോർ മസിൽസിൻ്റെ വീക്ക്നെസ് കൊണ്ടുവരാം. വയറിൻ്റെ മസിൽസ് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള മസിൽസിൻ്റെ വീക്ക്നെസ് കൊണ്ടുവരാം. നമ്മൾ ഇരിക്കുന്ന രീതിയിലുള്ള വ്യതിയാനം കൊണ്ടുവരാം. നമ്മൾ വെയിറ്റ് എടുക്കുന്നതിലുള്ള ഡിഫറൻസ് കൊണ്ടുവരാം. ഇതിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈ ഡിസ്കിന് എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടുവരാം, സ്പൈനിന് എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ വരാം, ഡിസ്ലൊക്കേഷൻ കൊണ്ടുവരാം. ഇത്തരം പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാണ് നമുക്ക് ഇതിനുള്ള ചികിത്സ നിർദ്ദേശിക്കുന്നത്. സർവ്വസാധാരണമായി കണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇരിക്കുന്ന പോസ്ചറിലുണ്ടാകുന്ന വ്യതിയാനം. നട്ടലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നട്ടലിന് ചില സ്വാഭാവിക വളവുകളുണ്ട്. ഈ സ്വാഭാവിക വളവുകൾക്കനുസൃതമായിട്ടാണ് മസില്, ലിഗമെൻറ്റ്, ഡിസ്ക്, നെർവ് ഇതെല്ലാം അലൈൻ ചെയ്തിരിക്കുന്നത്. ഈ സ്വാഭാവിക വളവിന് വ്യത്യാസം വരുമ്പോൾ ഈ സ്ട്രക്ചേഴ്സിനെല്ലാം സ്ട്രെയിൻ ഉണ്ടാകുകയും അതിനോടനുബന്ധിച്ച് വേദനയും മസിൽ സ്പാസവും തേയ്മാനം ഡീജനറേറ്റീവ് ചേഞ്ചസും ഒക്കെ വരാം. നമുക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് കഴുത്തിനൊരു പുറകോട്ടൊരു ഇങ്ങനെ ഒരു വളവുണ്ട്. അതിനാണ് നമ്മൾ സെർവിക്കൽ ലോഡോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ മുതുഭാഗത്ത് മുമ്പോട്ടൊരു വളവുണ്ട്, അതിന് തൊറാസിക് കൈഫോസിസ് എന്ന് പറയും. നമ്മുടെ നട്ടലിന് താഴെ ഭാഗത്ത് ലംബാർ ഭാഗത്ത് മുന്നോട്ടൊരു തള്ളലുണ്ട്, അതിന് ലംബാർ ലോഡോസിസ് എന്ന് പറയും. ഈ 3 സ്വാഭാവിക വളവുകളും പരസ്പര പൂരകങ്ങളാണ്, അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതറാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് വ്യത്യാസം വരുമ്പോൾ ബാക്കി കർവേച്ചേഴ്സിനും വ്യത്യാസം വരികയും തന്മൂലം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പേശികളിലും അസ്ഥികളിലും ഡിസ്കിലും നെർവിലും മസിലിലും ഒക്കെ പ്രശ്നങ്ങൾ വരികയും തേയ്മാനം പോലുള്ള ബുദ്ധിമുട്ടുകൾ വരികയും വേദനയും ചലിപ്പിക്കാനാവാത്ത അവസ്ഥയും വരും. ഇത്
എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിന് അനുയോജ്യമായ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും. അല്ലെങ്കിൽ തേയ്മാനം പോലുള്ള അല്ലെങ്കിൽ സ്പോണ്ടിലോസിസ് പോലുള്ള അവസ്ഥ മുന്നോട്ട് പോകാതിരിക്കുന്നതിന് ഡിസ്ക് ഡീജനറേഷൻ പോലുള്ള ഇതിലേക്ക് വരാതിരിക്കുകയും സയാറ്റിക് നെർവ് ഇറിറ്റേഷൻ വന്നിട്ട് സയാറ്റിക് അല്ലെങ്കിൽ സെർവിക്കൽ ബ്രേക്കിയാൾജിയ കൈയിലേക്ക് വേദന വരുന്ന അവസ്ഥ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പുറം വേദന പോലെ തന്നെ കണ്ടുവരുന്ന ഇതാണ് കഴുത്ത് വേദന. അതിനൊരു അടിസ്ഥാന ഇതെന്ന് പറഞ്ഞാൽ എവിടെ ചലനക്ഷമത കൂടുതലുണ്ടോ അവിടെ നമുക്ക് ഈ സന്ധികൾക്കും അസ്ഥികൾക്കും ഒക്കെ സ്ട്രെയിൻ വരികയും അതിനോടനുബന്ധമായിട്ടുള്ള വേദനകൾ വരികയൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ കഴുത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ചെറുപ്പക്കാർക്ക് പോലും കഴുത്തിന് വേദന വരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം അതിൻ്റെ പോസ്ചറിൻ്റെ വ്യതിയാനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെർവിക്കൽ ലോഡോസിസ്, കഴുത്തിലെ ഉള്ള ആ തള്ളലിനുള്ള വ്യതിയാനം നമുക്കറിയാം. നമുക്കിപ്പോൾ സർവ്വസാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് കഴുത്തുവേദനയായിട്ടൊരു ചികിത്സകനെ കണ്ടാൽ നമുക്ക് ആദ്യം കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ജനറലി പബ്ലിക്കിൽ നിന്ന് കിട്ടുന്നൊരു ഒപ്പീനിയൻ തലയാണ മാറ്റൂ എന്നുള്ളതാണ്. ഇതൊരു കോൺട്രവേഴ്സി വിഷയമാണ്. നമ്മൾ തലയാണ ഉപയോഗിക്കണോ അല്ലെങ്കിൽ തലയാണ മാറ്റി വേണോ എന്നുള്ളതൊരു കോൺട്രവേഴ്സി വിഷയമാണ്. നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന കഴുത്തുവേദന വന്നാൽ തലയാണ മാറ്റുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് തെറ്റാണ്. തലയാണ നമുക്ക് ആവശ്യമാണ്. നമ്മൾ മലന്ന് കിടക്കുകയാണെങ്കിൽ നമുക്ക് തലയാണ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരാൾക്കും നമുക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. നമുക്ക് ഉറങ്ങുമ്പോൾ മലന്ന് തന്നെ നമ്മൾ കിടക്കുകയുള്ളൂ എന്ന് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. നമ്മൾ ചരിഞ്ഞ് കിടക്കുമ്പോൾ കഴുത്തിൻ്റെ ആ കോണ്ടർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പില്ലോ ഇല്ലെങ്കിൽ കഴുത്തിൽ നിന്ന് കയ്യിലേക്ക് വരുന്ന ഞരമ്പുകൾ ഞെങ്ങുകയും അതിന് തൽഫലമായി രാവിലെ എണീക്കുമ്പോൾ കഴുത്തിന് പ്രൊട്ടക്റ്റീവ് സ്പാസം അല്ലെങ്കിൽ കയ്യിലേക്ക് വേദന അല്ലെങ്കിൽ തരിപ്പ് വരുന്ന ഒരു സംവിധാനം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴുത്ത് വേദന ഉള്ളവർ തലയാണ മാറ്റുക എന്നുള്ളതല്ല വേണ്ടത്. പൊക്കം കുറഞ്ഞ തലയാണ ഉപയോഗിക്കുക. നമ്മൾ സാധാരണമായി കണ്ടുവരുന്നുണ്ട്. മൊബൈൽ നോക്കുമ്പോഴൊക്കെ നമ്മുടെ പോസ്ചർ ആലോചിച്ച് നോക്കൂ. നമ്മളെങ്ങനെയാണ് മൊബൈൽ നോക്കാൻ ഇരിക്കുന്നത്? ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ മൊബൈൽ നോക്കുന്നത്. ശരിക്കും ഇങ്ങനെയല്ല നമ്മൾ മൊബൈൽ നോക്കേണ്ടത്. നമ്മൾ അങ്ങനെ ആ രീതിയിൽ മൊബൈൽ നോക്കുമ്പോൾ നമ്മുടെ കഴുത്തിലെ അസ്ഥികൾക്കും സന്ധികൾക്കും അല്ലെങ്കിൽ ഈ ഡിസ്കിനുമൊക്കെ നമ്മൾ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മളൊരു ദിവസത്തിൽ 5-6 മണിക്കൂറൊക്കെ നമ്മൾ മൊബൈൽ നോക്കാറുണ്ട്. അപ്പോൾ ആ ലോഡിംഗ് മെക്കാനിസം വളരെ കൂടുതലാവുന്നതായിട്ട് ഡിസ്കിന് ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. സന്ധികൾക്ക് തേയ്മാനം വന്ന് സ്പോണ്ടിലോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ മൊബൈൽ നോക്കേണ്ടത് നമ്മുടെ താടി ഉയർത്തി അല്ലെങ്കിൽ കുനിച്ചോ അല്ല. നമുക്കറിയാം കണ്ണിൻ്റെ ചലനത്തെപ്പറ്റി നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കണ്ണ് നമുക്ക് 360 ഡിഗ്രീസിൽ നമുക്ക് ചലിപ്പിക്കാൻ കഴിയും. അത് വലിയ മസിൽ വർക്കും ഇല്ലാത്തതുകൊണ്ട് സ്ട്രെയിൻ ഇല്ലാതിരിക്കും. നമ്മൾ ഒരു സാധാരണയായി ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നമ്മൾ ലാപ്ടോപ്പ് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ നോക്കുന്നത്? ഒരു 90% ആൾക്കാരും നോക്കുന്നത് താടി ഉയർന്ന ഈ അവസ്ഥയിലായിരിക്കും നമ്മൾ നോക്കുന്നത്. കണ്ണ് ഉപയോഗിക്കാതെ താടി ഇങ്ങനെ ഉയർത്തിയുള്ള അവസ്ഥയിലായിരിക്കും. നോക്കൂ, നമ്മുടെ സ്വാഭാവിക വളവിന് എന്താണ് സംഭവിക്കുന്നത്? ഇവിടുത്തെ സ്വാഭാവിക വളവിന് എന്താണ് സംഭവിക്കുന്നത്? അത് കൂടുതലാണ്. അപ്പോൾ എക്സാജറേഷൻ ഓഫ് സെർവിക്കൽ ലോഡോസിസ് വരെയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സ്ട്രെയിനും കൂടുതലാണ്. അപ്പം അത് നമ്മൾ ഒഴിവാക്കേണ്ടത്. നമ്മൾ ഒരു അടിസ്ഥാനമായിട്ട് പറയേണ്ടത് ചിൻ പാരലൽ ടു ദ ഗ്രൗണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒരു കൺസെപ്റ്റ്. ഈ സ്വാഭാവിക വളവ് നിലനിർത്തുകയാണെങ്കിൽ കഴുത്ത് വേദന അല്ലെങ്കിൽ അതിനുമായിട്ട് അനുബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പില്ലോ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു തലയാണ ടവൽ മടക്കി വെച്ചാലും മതിയാവും. നമ്മൾ TV സീരിയൽ കാണുന്ന ആൾക്കാരൊക്കെ നമ്മൾ നോക്കിയാൽ വീട്ടിൽ ചെന്നാൽ നമ്മൾ സെറ്റിയുടെ പടിയിൽ തല വെച്ച് കിടന്ന് TV കാണുന്ന സംവിധാനം സർവ്വസാധാരണമായി കണ്ടുവരുന്നുണ്ട്. ഇതിലും നമ്മുടെ സ്വാഭാവിക വളവിലുള്ള വ്യതിയാനം വരികയാണ് ചെയ്യുന്നത്. അതും നമുക്ക് കഴുത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സ്പോണ്ടിലോസിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് വായിക്കുമ്പോൾ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ കട്ടിൽ ചാരി ഇരുന്നുകൊണ്ട് വായിക്കുന്ന അവസ്ഥയും നമ്മുടെ കഴുത്തിൻ്റെ സ്വാഭാവിക വളവിന് വ്യത്യാസം വരികയും തന്മൂലം ഇത്തരം പ്രശ്നങ്ങൾ വരികയും ചെയ്യാറുണ്ട്. മൊബൈൽ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കുനിഞ്ഞ് അല്ല നോക്കേണ്ടത്. നമ്മുടെ ശരീരത്തോട് കൈ ചേർത്ത് വെച്ച് മൊബൈൽ ഇങ്ങനെ കൈ വെച്ചിട്ട് താടി ഇങ്ങനെ വെച്ചിട്ട് കണ്ണ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ടൈപ്പ് ചെയ്യാനായാലും വായിക്കാനായാലും മൊബൈൽ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിന് പകരം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുകയോ ചെയ്യാണ് അത് വേണ്ട. കൈകൾ ക്ലോസ് ചെയ്ത് മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് ഐ ലെവലിൽ നോക്കി ആണ് മൊബൈൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്.